മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥി നിർണയത്തിലെ അതൃപ്തിക്ക് പിന്നാലെ വനിതാ ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി സ്ഥാനം രാജിവെച്ച നൂർബിന റഷീദ് തെരഞ്ഞെടുപ്പിൽ വനിതാ ലീഗിനെ അവഗണിച്ചെന്നും നേതൃത്വത്തെ വിമർശിച്ചവർക്കാണ് സീറ്റ് നൽകിയതെന്നും നൂർബിന റഷീദ് ആരോപിച്ചു. എന്നാൽ പാർട്ടി വിടില്ലെന്ന് നൂർബിന റഷീദ് വ്യക്തമാക്കി. പേരാമ്പ്രയിലെ UDF സ്ഥാനാർത്ഥി ഫാത്തിമ തെഹ്ലിക്കെതിരെയും നൂർബിന റഷീദ് വിമർശനം ഉന്നയിച്ചു. അത് നമുക്ക് ആദ്യം ആ വിമർശനം ഒന്ന് കാണാം. ഇത്രയും കാലം ഈ 2026 ഞാൻ വനിതാ ലീഗിന്റെ ദേശീയ ജനറൽ സെക്രട്ടറി സ്ഥാനം ഇന്ന് ഇവിടെ വെച്ച് വിത്ത് എഫക്റ്റീവ് ഒഴിയുകയാണ്. എന്നിൽ അർപ്പിച്ച എല്ലാ ദൗത്യങ്ങളും അതിമനോഹരമായി നിർവഹിച്ചു. ഇല്ലല്ല, പാർട്ടി ഇവിടെ ഇല്ലല്ലോ, പാർട്ടി എനിക്കല്ലേ. എനിക്ക് ഏത് പാർട്ടിയിലും പിന്നെ നൂർബിന റഷീദ് സാധാരണ രാഷ്ട്രീയക്കാരിയല്ല. വനിതാ ലീഗിന്റെ ദേശീയ സെക്രട്ടറി സ്ഥാനം ഞാനിത് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വെച്ചിട്ടാണ് ഞാൻ എൻ്റെ നേതൃത്വത്തിന് മെയിൽ ചെയ്യുന്നത്. നൂർബിന റഷീദിന് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയെന്ന് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാം പറഞ്ഞു. അച്ചടക്കരാഹിത്യം ഒരു കാരണവശാലും വെച്ച് ഉറപ്പിക്കില്ലെന്നും PMA സലാം പറയുന്നു. പാർട്ടി നിലപാടുകളെ പരസ്യമായി തള്ളിപ്പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്ക് ഷോക്കോസ് കൊടുത്തിട്ടുണ്ട്. വിശദീകരണം കാണിക്കണം എന്ന് പറഞ്ഞ് നോട്ടീസ് കൊടുത്തിട്ടുണ്ട് പാർട്ടി. അതിൻ്റെ വിശദീകരണം കിട്ടിയതിന് ശേഷം മറ്റു നടപടിയിലേക്ക് പാർട്ടി കടക്കും. കോഴിക്കോട് നിന്നായി വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ നൽകാൻ ദീപക് തർമ്മണം തത്സമയം ചേരുകയാണ്. ദീപക്, എന്തൊക്കെയാണ് പ്രത്യേകിച്ച് ഈ അവിടെ വെച്ച് രാജ് ഇമെയിലായിട്ട് വാർത്താലേഖയുടെ മുന്നിൽ വെച്ച് അയച്ചതൊന്നും PMA സലാമിനെ പോലുള്ള നേതാക്കന്മാർക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് മനസ്സിലായി. ഇത് അക്ഷരാർത്ഥത്തിൽ ലീഗിൽ ഒരു ചെറിയ പ്രതിസന്ധി ഉണ്ടാക്കുക തന്നെയാണ്. കാരണം വനിതാ ലീഗുമായി ബന്ധപ്പെട്ട് യഥാർത്ഥത്തിൽ കുറച്ച് നാളായി പ്രശ്നങ്ങളുണ്ട്. പക്ഷേ എന്നാൽ ഇത് വലിയ രീതിയിലുള്ള പ്രശ്നമായി മാറിയത് കഴിഞ്ഞ ദിവസം ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നപ്പോഴാണ്. സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്ന് ചേർന്ന് വലിയ രീതിയിലുള്ള പ്രതിഷേധം നേതാക്കളെ അറിയിക്കാൻ തീരുമാനിക്കുന്നു. അത് കഴിഞ്ഞ് തൽക്കാലത്തേക്ക് പ്രശ്നങ്ങളൊന്നും വേണ്ട എന്നാണ് തീരുമാനിച്ചത്. പക്ഷേ എന്നാൽ പിന്നീട് നൂർബിന റഷീദിനെതിരെ സമൂഹ മാധ്യമത്തിൽ വലിയ രീതിയിൽ ആക്രമണം നടക്കുന്നു. അതിലവർ മനം നൊന്തു എന്നുള്ളതാണ് തീർച്ച. ഇന്ന് വാർത്താ സമ്മേളനത്തിലും അവർ അതിലുള്ള ചില പോസ്റ്റുകൾ ഉൾപ്പെടെ വായിക്കുകയും ചെയ്തിരുന്നു. SKN അങ്ങനെയാണ് യഥാർത്ഥത്തിൽ ഈ രാജിയിലേക്ക് എത്തിയത്. പക്ഷേ അവർ രാജി സമയത്ത് കടന്നാക്രമിച്ചത് ഒന്ന് ഫാത്തിമ തഹ്ലിയെ തന്നെയാണ്. കാരണം തങ്ങൾ കുടുംബത്തിനെതിരെ വലിയ രീതിയിൽ ആക്രമണം നടത്തിയ ആളാണ് ഫാത്തിമ തഹ്ലിയ എന്ന് പറയുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം SKN ലൈംഗിക അതിക്രമ ആക്ഷേപങ്ങളും ആരോപണങ്ങളും ഉന്നയിച്ചു. പക്ഷേ എന്നാൽ കേസുമായി ഫാത്തിമ തഹ്ലിയ മുന്നോട്ട് പോയില്ല. കാരണം അത് പച്ചക്കള്ളമായിരുന്നു ആരോപണം എന്നൊക്കെ വളരെ വ്യക്തിപരമായി കടന്നാക്രമിക്കുകയായിരുന്നു ഫാത്തിമ തഹ്ലിയ എന്നുള്ളതാണ്. ഫാത്തിമ തഹ്ലിയ മാധ്യമങ്ങളെ 24നോട് അല്പം മുൻപ് സംസാരിച്ചു. പേരാമ്പ്രയിൽ വെച്ച് നമ്മുടെ പ്രതിനിധി വർഷയാണ് സംസാരിച്ചത്. അവരോട് പറഞ്ഞത് എല്ലാം പാർട്ടി ആണ് തീരുമാനിക്കേണ്ടത് എന്നുള്ളതാണ്. ഈ വിഷയത്തിൽ എന്നാൽ ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി കടുത്ത നിലപാടിലാണ് PMA സലാം SKN പറഞ്ഞതുപോലെ പ്രതികരിച്ചത്. പാർട്ടി അച്ചടക്ക നടപടിയിലേക്ക് കടക്കുന്നു, ഷോക്കോസ് നൽകി എന്നുള്ളതാണ്. പക്ഷേ എന്നാൽ തങ്ങൾ ഇതിൽ കുറച്ചുകൂടി മൃദുഭാവത്തിലാണ് തങ്ങൾ ഇടപെട്ടത്. തങ്ങളുടെ പ്രതികരണം തങ്ങൾ കൊയിലാണ്ടിയിൽ വെച്ചാണ് മാധ്യമങ്ങളെ കണ്ടത്. അതിൽ അദ്ദേഹം പറഞ്ഞത് പുരുഷന്മാരെല്ലാം പുരുഷ ലീഗിലും മുസ്ലിം ലീഗിലും വനിതകളെല്ലാം വനിതാ ലീഗിലുമാണ്. അതുകൊണ്ട് സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങൾ ഇപ്പോൾ ചർച്ച ചെയ്യേണ്ടതില്ല. അതായത് ഒരു രമ്യമായി പരിഹരിക്കുക. തെരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് 9-ാം തീയതി വരെ പ്രശ്നങ്ങളില്ലാതെ കൊണ്ടുപോകാനാണ് തങ്ങൾ ശ്രമിക്കുന്നത്. പക്ഷേ എന്നാൽ കടുത്ത നിലപാടിലാണ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാം. ഏതായാലും ലീഗിനകത്ത് പ്രത്യേകിച്ചും പേരാമ്പ്രയിലാണ് ഫാത്തിമ തഹ്ലിയ മത്സരിക്കുന്നത്. പൊതുവിൽ വനിതാ ലീഗിനിടയിൽ ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വലിയ പ്രശ്നമായി എന്നുള്ളത് വസ്തുതയാണ്. പക്ഷേ അത് ലീഗ് കൈകാര്യം ചെയ്യുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. SK ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.